നമസ്കാരം. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒച്ചുകളുടെ വലിയ ശല്യമായിരുന്നു. ആഫ്രിക്കൻ ഒച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണമായും ഒന്നിനെ പോലും കാണാനില്ല, പൂർണ്ണമായും അപ്രത്യക്ഷമായി. എന്തുകൊണ്ടായിരിക്കും? സൈലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പലരും സൈലിംഗ് കമന്ററിയോട് ചോദിച്ചു, നമ്മുടെ പോർട്ട് മന്ത്രിയെ കാണാനില്ല, കേൾക്കാനില്ല, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കും തോന്നിയിരുന്നു അദ്ദേഹം ഈയിടെയായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു കാര്യവും അറിയാൻ പറ്റുന്നില്ല എന്നിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇന്നലെ പോർട്ടിലെത്തി പോർട്ടിന്റെ നേട്ടങ്ങളെക്കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നേട്ടങ്ങളൊക്കെ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ കാര്യങ്ങളാണ്. 460 കപ്പൽ വന്നു, 10 ലക്ഷം കണ്ടെയ്നർ കടന്നു, ഒരുപാട് വിദേശ നാണ്യം നേടിക്കൊടുത്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ അവസാനം പത്രക്കുറിപ്പിലാണ് അദ്ദേഹം അവിടെ സംസാരിച്ചു എന്ന് അവിടെ നേരിട്ട് പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി. തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അണിയറ സിംബൽ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം അദ്ദേഹമാണല്ലോ സ്വയം നിശ്ചയിച്ചത്. കഴിഞ്ഞ മാർച്ച് 18 അദ്ദേഹം നിശ്ചയിച്ചു 4 മാസത്തിനുള്ളിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കി. ചോദ്യം എന്തായിരുന്നു? പുറത്തുനിന്നും അകത്തുനിന്നും കാർഗോ വരാനും പോകാനുമുള്ള സംവിധാനം എപ്പോൾ ഉണ്ടാക്കും? അദ്ദേഹം എഴുതി കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, 4 മാസം. ജൂലൈ 18 4 മാസം കഴിഞ്ഞു. ഒരു മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. മുഖ്യമന്ത്രി, അത് ഉത്തരവാദിത്വപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടിക്ക് ഒരു ചോദ്യം ചോദിച്ചില്ല. പ്രതിപക്ഷം നാഴികയ്ക്ക് 40 വട്ടം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുക, നാടകം കളിക്കുക തുടങ്ങിയ ആളുകളും ഈ ഒരു വാഗ്ദാന ലംഘനത്തെക്കുറിച്ച് ഇന്ന് വരെ കമാന്നൊരക്ഷരം ചോദിച്ചില്ല. ഇവിടെ വീണ്ടും മന്ത്രി വന്ന് പറഞ്ഞിരിക്കുകയാണ്, നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് ഈ നിശ്ചയിച്ചിരിക്കുന്ന സമയം? ആരാണ് നിശ്ചയിച്ചത്? ആരെങ്കിലും നിശ്ചയിച്ചോ? ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒച്ചുകളെല്ലാം സ്ഥലം വിട്ടു. കാരണം എന്താണ്? ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് ഇതുപോലെ ഈ ഒച്ചയോടെ വിഴിഞ്ഞത്തൊന്നും നടക്കുന്നില്ല, ഗേറ്റ് തുറക്കുന്നില്ല, കണക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അതുങ്ങൾക്ക് പോലും നാണം വന്നു. ഒച്ചുകൾക്ക് നാണം വന്നു. കാരണം തന്റെ പിന്നിൽ തന്നെക്കാൾ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവി ഈ ലോകത്തിലുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ഈ ഒച്ചുകളെല്ലാം എന്റെ പരിസരത്ത് നിന്ന് സ്ഥലം വിട്ടു. കാരണം അതുങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, എന്നെക്കാൾ വേഗത കുറഞ്ഞ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയോ ഒരു സംവിധാനമോ ഈ നാട്ടിലുണ്ട് എന്ന് ഒച്ചുകൾക്ക് തന്നെ ബോധ്യമായത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതുകൊണ്ട് എന്തായാലും വിഴിഞ്ഞം വരെ വന്നില്ലേ മന്ത്രി? വളരെ മനോഹരമായി ശ്രീ മുരുകൻ ആൽമരത്തിന്റെ, ഇപ്പൊ മരമായി, ആൽമരത്തിന്റെ ചിത്രം ഒന്നുകൂടി എടുത്ത് അയച്ചിട്ടുണ്ട്. ഒന്ന് വണങ്ങിപ്പോകുന്നത് നന്നായിരിക്കും. മന്ത്രി പറഞ്ഞ പല കണക്കുകളുടെ കൂട്ടത്തിൽ ഒരു കണക്ക് അദ്ദേഹം മനഃപൂർവ്വം പറയാതെ പോയി. എന്താണെന്നറിയില്ല. ലോകത്തിലെ 100 പോർട്ടുകളുടെ കൂട്ടത്തിൽ നമ്മുടെ GRV 96ാം സ്ഥാനത്തെത്തി. ആദ്യത്തെ 100 പോർട്ടുകൾ, അതിന്റെ പിന്നിലൊക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ ഒരിക്കലും സൈലിംഗ് കമന്ററി പിന്നോട്ട് നോക്കാറില്ല, മുന്നോട്ടേ നോക്കാറുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം ഈ പട്ടികയിൽ 1ാം സ്ഥാനമാണ്. ഒരു കോംപ്രമൈസും ഇല്ല. 1ാം സ്ഥാനം, അതിൽ കുറഞ്ഞ ഒരു പൊസിഷനിലും ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ 1ാം സ്ഥാനത്തോട്ടുള്ള കുതിപ്പിലാണ് തുറമുഖം എത്തി നിൽക്കുന്നത്. എത്രയും വേഗം ബർത്ത് പൂർത്തിയാക്കുക, എത്രയും വേഗം ബ്രേക്ക് വാട്ടർ പൂർത്തിയാക്കുക, അടുത്ത ഘട്ടത്തിലോട്ടുള്ള പണി ആരംഭിക്കുക. അതോടുകൂടി 96, 95, 95, 85, 85, 75 ഇങ്ങനെ പതുക്കെ കയറി ഒച്ചിനെ പോലെയല്ല, ഞങ്ങൾ ശരം വിട്ട വേഗതയിലായിരിക്കും ഞങ്ങളുടെ പോക്ക്. അപ്പോ 96ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന വിവരം കണ്ടപ്പോൾ എനിക്കൊരു സംശയം. 96 അല്ലല്ലോ നമ്മൾ വരേണ്ടത്.
82 എന്ന് പറയുന്നത് ചെന്നൈ 50,000 കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്തു, 30,000 കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ 80,000 കണ്ടെയ്നറാണ് ചെന്നൈ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. TRV 81,000 ഇമ്പോർട്ട് ചെയ്തു, 67,000 എക്സ്പോർട്ട് ചെയ്തു. ഈ ജൂലൈ മാസത്തിൽ മാത്രം കണക്കെന്നാണ് ഈ പഠനം നടത്തിയവർ എഴുതിയിരിക്കുന്നത്. എത്രത്തോളം അതിന്റെ വസ്തുതകൾക്ക് സെയിലിംഗ് കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമില്ല. ഇത് ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യയും പ്രസിദ്ധീകരിച്ചു. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ TRV ചെന്നൈയേക്കാൾ മുമ്പിൽ 82-നേക്കാൾ മുമ്പിൽ എത്തേണ്ടതാണ്. അത് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ ഈ പഠനം നടത്തിയ ഏജൻസി അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ അവരെ ഈ തെറ്റ് ഈ കുറവ് ഒന്ന് പരിഹരിക്കാൻ ആവശ്യപ്പെടണം. കാരണം കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ചെന്നൈയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറെ മാസങ്ങളിലായിട്ട് TRV കിഴക്കുള്ള തെക്കുള്ള പോർട്ടുകൾ, ഇന്ത്യയുടെ കിഴക്കും തെക്കുമുള്ള പോർട്ടുകളിൽ മുൻപിലാണെന്നുള്ള കണക്കുകൾ വളരെ വ്യക്തമാണ്. പക്ഷേ സെയിലിംഗ് കമ്മിറ്റി അതിന്റെ താരതമ്യത്തിന് പോകാറില്ല. കാരണം നമ്മുടെ കമ്പാരിസൺ ഷാങ്ഹായിയോടും സിംഗപ്പൂരിനോടുമാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല വിഷയം. പക്ഷെ ഇപ്പോ ഈ കണക്ക് വന്നിരിക്കുന്നിടത്ത് 96-ാം സ്ഥാനത്തിരിക്കുമ്പോൾ 82-ാം സ്ഥാനത്തുള്ളയാൾ അതിനേക്കാൾ കുറവാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ തെറ്റ് അല്ലെങ്കിൽ ഈ പിഴവ് ആരെങ്കിലും ഒന്ന് പരിഹരിക്കാൻ മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. ഈ 9 മാസത്തെ പ്രവർത്തനത്തിനുള്ളിൽ ഇത്രയും ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ നമ്മുടെ പോർട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറക്കാതെ മന്ത്രി ഒഴിവ് കഴിവ് ന്യായങ്ങൾ പറഞ്ഞു പോയാൽ ഈ വേഗത 96-ൽ നിന്ന് പിന്നോട്ട് പോകും. അതുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ, സർക്കാരിന്റെ നയമെങ്കിൽ, ജനങ്ങളുടെ നയം അത് തന്നെയാണ്, സർക്കാരിന്റെ നയം അതാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗേറ്റ് തുറന്ന് കാർഗോ അകത്തോട്ടും പുറത്തോട്ടും വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആല് മറ്റു ചിലയിടത്തൊക്കെ വളരും. ഇക്കഴിഞ്ഞ 12-ാം തീയതി സെയിലിംഗ് കമന്ററി ഒരു കണക്ക് പറഞ്ഞപ്പോൾ ഷിപ്പിംഗ് മേഖലയിലെ ഒരു ഹൈലി പ്രൊഫഷണൽ, കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ പറഞ്ഞ കണക്ക് ശരിയാവാൻ സാധ്യത കുറവാണ്. എന്താണ് കണക്കെന്നറിയാമോ? ഇവിടെ നിന്ന് തിരിച്ച സീ ഹാംബർഗ് എന്ന് പറയുന്ന കപ്പൽ നേരെ പോകുന്നത് റിയോ ഡി ജനീറോ എന്ന് പറയുന്ന ബ്രസീലിയൻ പോർട്ടിലോട്ടാണ്. അപ്പോൾ അവരുടെ കണക്ക് പ്രകാരം, മറൈൻ ട്രാഫിക്കിന്റെ കണക്ക് പ്രകാരം അവർ അന്ന് തന്നെ പറഞ്ഞത് 26 ദിവസമാണ്. 28-ാം തീയതി ഇന്ന് അവിടെ എത്തുമെന്നാണ്. 12-ാം തീയതി അവർ യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ എഴുതി വെച്ചത് 28-ാം തീയതി ബ്രസീലിൽ റിയോ ഡി ജനീറോയിൽ എത്തുമെന്നാണ്. കൃത്യം ഇന്ന് പുലർച്ചെ കപ്പൽ അവിടെ എത്തി. ഇന്ന് പുലർച്ചെ എത്തി. അപ്പോ കൃത്യം 26 ദിവസം. TRV റിയോ ഡി ജനീറോ ദൂരം 26 ദിവസം കൊണ്ട് പിന്നിട്ടെങ്കിൽ അടിയറ സിമ്പൽ ഇവിടെ നിന്ന് ജൂൺ 16-ാം തീയതി TRVയുടെ വാതിക്കൽ നിന്ന് പുറപ്പെട്ട കണ്ടെയ്നറും കപ്പലും ഇതുവരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇന്നേക്ക് 74 ദിവസം പിന്നിട്ടു. റിയോ ഡി ജനീറോ കടന്ന് ബ്യൂണസ് അയേഴ്സിൽ എത്തണം. ഇതുവരെയും ബ്യൂണസ് അയേഴ്സ് എത്തിയിട്ടില്ല. 74 ദിവസമായി. ഇവിടെ 26 ദിവസം കൊണ്ട് റിയോ ഡി ജനീറോയിൽ എത്തി. അപ്പോൾ ഗേറ്റ് തുറന്ന് ഇത്തരം കപ്പലുകൾ കൂടുതൽ MSCയും അതുപോലുള്ള മറ്റ് കപ്പൽ കമ്പനികളും നേരിട്ട് പ്രവർത്തനം നടത്തിയാൽ ഈ പറയുന്ന 74 ദിവസത്തെ അതേ സ്ഥാനത്ത് 26 ദിവസം കൊണ്ട് കണ്ടെയ്നറുകൾ എത്തിച്ചു കൊടുക്കാൻ TRVക്ക് കഴിയും, അല്ലെങ്കിൽ TRVയിൽ ബന്ധപ്പെട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലുകൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ കണക്കുകളിലൂടെ തെളിയുന്നത്. TRVയിൽ നിന്ന് പോയത് മനസ്സിലായല്ലോ എവിടെ നിന്നൊക്കെയാണ്? അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, തിരിഞ്ഞു കറങ്ങി 74 ദിവസമായിട്ടും കണ്ടെയ്നർ എത്താത്തതാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം, ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് കാരണം വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെടുന്നു, മത്സരിക്കാൻ പറ്റുന്നില്ല. ട്രംപിന്റെ താരിഫ് ഒരുപക്ഷെ ഈ TRV വഴി അയച്ചാൽ ട്രംപിന്റെ താരിഫിനെ മറികടക്കുന്ന തരത്തിൽ കപ്പൽ കൂലി ഇനത്തിൽ വ്യവസായികൾക്ക്, കയറ്റുമതിക്കാർക്ക് ഇളവുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കും, കയറ്റുമതിക്ക് കൂടുതൽ മെച്ചങ്ങളുണ്ടാവും. അതുപോലും ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയെ തളർത്തുന്നതും തൊഴിലില്ലായ്മ കൂട്ടുന്നതിനും കാരണമാകുന്ന ഈ എക്സിം കയറ്റിറക്കുമതിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ 74 ദിവസങ്ങൾ പോലുള്ള പല കലാപരിപാടികളും അവസാനിപ്പിക്കുവാൻ TRV വളരെ ഗംഭീരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം
നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം ഒരുപാട് കഥകളുണ്ട്. ഈ ട്രാക്കിംഗ് തുടങ്ങിയാൽ പിന്നെ നിരവധി കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ബോറടിക്കുമോ എന്ന് കരുതിയാണ് എല്ലാ ദിവസവും അത് കൊടുക്കാത്തത്. എന്നാൽ പോലും നമ്മുടെ ചുറ്റിലുമുള്ള പോർട്ടുകളും കപ്പലുകളും നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണ് പിന്നോട്ട് അടുപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവ് സഹിതമുള്ള കണക്കുകളും വസ്തുതകളുമാണ് സെയിലിംഗ് കമന്ററി ഇനിയുള്ള ദിവസങ്ങളിൽ, ഇപ്പോഴും പറയുന്ന അതാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. എന്തായാലും 74 ദിവസം കൊണ്ട് പോലും എത്തിക്കാൻ കഴിയാത്ത പോർട്ടുകൾ ഇനിയും അവരാ പണി തുടരണമോ എന്ന് ആലോചിക്കണം. ഗേറ്റ് തുറക്കാതെ അവരെ സഹായിക്കാൻ ഗവൺമെന്റ് പുലർത്തുന്ന സമീപനം, അറസ്റ്റുകളിലൂടെ കപ്പലിനെ അറസ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര ഗൂഢാലോചനയിലൂടെ TRVയെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ അടക്കം ചെറുത്തു തോൽപ്പിക്കുവാൻ ജനകീയ ശക്തിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ വിശ്വാസം. വർദ്ധിച്ചു വരുന്ന വിശ്വാസം അതുമാത്രമാണ്.